എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ താമസിക്കുന്ന തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ 2 ആഴ്ച മുന്നേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡിൽ വന്നിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ CPM-ന്റെ സകലവിധ സംവിധാനങ്ങളും ഉപയോഗിച്ച് അവരുടെ എല്ലാ കുട്ടി സഖാക്കന്മാരെയും കുട്ടി നേതാക്കന്മാരെയൊക്കെ ഉപയോഗിച്ച് ED-ക്കെതിരെ അവർ തിരിഞ്ഞു. അപ്പോൾ ED-യെ ആക്രമിച്ചു. അതായത് ED ഇഷ്ടിക വെച്ചിട്ട് ED-യുടെ കാർ അടിച്ചു പൊളിച്ചു. ED ഉദ്യോഗസ്ഥർക്ക് നേരെ ചീമുട്ടെറിഞ്ഞു. IP ബിനു എന്ന് പറയുന്ന CPM-ന്റെ തലസ്ഥാനത്തെ കുപ്രസിദ്ധ ഗുണ്ട ED ഉദ്യോഗസ്ഥർക്ക് നേരെ ചീമുട്ട വരെ എറിഞ്ഞ അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ED-യെ ആക്രമിച്ച ആ ഒരു കേസിൽ ഏകദേശം 15ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കിപ്പോൾ ജാമ്യം പോലും കിട്ടിയില്ല. അവർക്കിപ്പോൾ ഇന്ത്യയിൽ ഏത് ജയിലിലാണെന്ന് പോലും അറിയാത്ത തരത്തിലാണ് കാര്യങ്ങൾ. അവർ ഇനി എപ്പോൾ പുറത്തിറങ്ങുമെന്നും അറിയില്ല. അതായത് നമുക്കറിയാം, പശ്ചിമ ബംഗാളിൽ 2023 മമതയുടെ ഗുണ്ടകൾ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് അവരിപ്പോഴും ജയിലിലാണ്. ഇപ്പോഴും അവർക്ക് ജാമ്യം ലഭിച്ചില്ല. അപ്പോൾ സമാനമായ സാഹചര്യം തന്നെയാണ് കേരളത്തിലെ കുട്ടി സഖാക്കന്മാർ നേരിടാൻ പോകുന്നത്. മിനിമം, അതായത് ഇനി എപ്പോഴും പുറത്തിറങ്ങും എന്ന് ദൈവം തമ്പുരാന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ കണ്ടു കാണും, അതായത് കുട്ടി സഖാക്കന്മാർ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന ആ സമയത്തൊക്കെ ED ഉദ്യോഗസ്ഥരെ കാറൊക്കെ തല്ലിപ്പൊളിക്കുന്ന സമയത്ത് ഇവരൊക്കെ തടഞ്ഞു നിർത്തിയ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. നമ്മൾ ആ വീഡിയോ കണ്ടാണ്, ബിനീഷ് കോടിയേരി ആയിരുന്നു. അപ്പോൾ ബിനീഷ് കോടിയേരി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, അതായത് അതിനുശേഷമാണ് വീണ വിജയനെ കഴിഞ്ഞ ദിവസം ED ചോദ്യം ചെയ്തു, 3 മണിക്കൂറോളം ചോദ്യം ചെയ്തു. തിരുവനന്തപുരത്തുള്ള HDFC ബാങ്കിലെ ലോക്കർ അടക്കം തുറന്ന് അതിനകത്തുള്ള രേഖകളൊക്കെ പരിശോധിച്ചിട്ടാണ് ED വീണ വിജയനെ ചോദ്യം ചെയ്തത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ പൊട്ടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ബിനീഷ് കോടിയേരി. ബിനീഷ് കോടിയേരി മാത്രമല്ല, കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ വിനോദിനി കോടിയേരി, അതായത് ബിനീഷ് കോടിയേരിയുടെ അമ്മ വിനോദിനി കോടിയേരി അടക്കം ഇപ്പോൾ പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ആ ഒരു പക ബിനീഷ് കോടിയേരിക്ക് കിട്ടാത്ത നീതി അത് പിണറായി വിജയനും പാർട്ടി സംവിധാനം, പിണറായി വിജയൻ്റെ സ്വാധീനം ഉപയോഗിച്ച് പാർട്ടി സംവിധാനം ഉപയോഗിച്ച് വീണ വിജയന് ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തു എന്നുള്ള ഒരു തോന്നൽ ബിനീഷ് കോടിയേരിക്ക് ഉണ്ടായിരുന്നു. അതായത് കുറച്ച് വർഷം മുന്നേ, ഏകദേശം 3 വർഷം മുന്നെയാണ് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, അതായത് ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് കടത്തുന്നതുമായി ബന്ധപ്പെട്ട് ബിനീഷ് കോടിയേരി അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഈ 3 വർഷം മുന്നേ അല്ല, ഈ കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടാകുന്ന സമയത്ത്, അപ്പോൾ അദ്ദേഹം വന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പത്രസമ്മേളനം നടത്തിയിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? അതായത് ബിനീഷിന് പാർട്ടിയുമായിട്ട് ഒരു ബന്ധമില്ല, ബിനീഷ് എൻ്റെ മകനാണെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ, പക്ഷേ പാർട്ടിയായിട്ടൊരു ബന്ധമില്ല, പാർട്ടി ഒരു തരത്തിലുള്ള സഹായം ബിനീഷ് കോടിയേരിക്ക് ചെയ്യില്ല എന്നാണ് അന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. അപ്പോൾ പാർട്ടി ഒരു തരത്തിലും ബിനീഷ് കോടിയേരിയെ പ്രൊട്ടക്റ്റ് ചെയ്തില്ല അന്ന്. ആ പാർട്ടി കോടിയേരി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് പോലും ബിനീഷ് കോടിയേരിക്ക് അങ്ങനത്തെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടിയില്ല. ആ പ്രൊട്ടക്ഷൻ കിട്ടാത്തതിന് പ്രധാനപ്പെട്ട കാരണം പിണറായി വിജയനാണ് എന്നാണ് അന്ന് പുറത്തു വന്ന റിപ്പോർട്ട്. അപ്പോൾ അന്ന് തുടങ്ങിയാണ് ബിനീഷിന് ഈ പിണറായിയോടുള്ള ഒരു കലിപ്പ് എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനുശേഷമാണ് ഈ ബിനീഷ് കോടിയേരി ഏകദേശം കുറച്ച് വർഷം പരപ്പന അഗ്രഹാര ജയിലിലുണ്ടായിരുന്നു, കർണാടകയിലെ ജയിലുണ്ടായിരുന്നു. അതിനുശേഷം പുറത്ത് വന്നിട്ടാണ് ബിനീഷ് കോടിയേരി ബേസിക്കലി ഒരു LLB പാസ്സായ ഒരാളാണ്. അവർ ഷോൺ ജോർജ് നേരെ BJP-യുടെ പാർട്ടല്ല, ഷോൺ ജോർജുമായി ചേർന്നിട്ട് എറണാകുളത്ത് ഒരു അഡ്വക്കേറ്റ് ഓഫീസ് തുടങ്ങുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ, അതായത് താൻ പഠിച്ച മേഖലയിൽ തന്നെ ജോലി ചെയ്യാൻ താല്പര്യപ്പെട്ട് ഇവരൊരു കമ്പനി തുടങ്ങുന്നു ഇവർ. അപ്പോൾ അതിനുശേഷമാണ് ഈ ഷോൺ ജോർജ് BJP-യിലോട്ട് വരുന്നതും BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി മാറുന്നതും. അതിനുശേഷം ഈ ഷോൺ ജോർജ് പിണറായി വിജയനെതിരെയുള്ള കേസ്, അതായത് SFIO അന്വേഷണത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രിയെ സമീപിക്കുന്നതും ഒരുപാട് രേഖകൾ ഷോൺ ജോർജിൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് അപ്രോച്ച് ചെയ്തത് ഈ കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രിയെ. അതായത് CMR-ലും നമ്മുടെ വീണ വിജയൻ്റെ പേരുള്ള ഉടമസ്ഥയിലുള്ള ഹെക്സാകൊലോജിക്കും തമ്മിലുള്ള എന്ത് ഡീലാണ് നടന്നതെന്ന് അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി SFIO അന്വേഷണം കൊണ്ടുവന്ന് തന്നെ ഈ ഷോൺ ജോർജിന് ഇടപെടലാണ്. അപ്പോൾ ഈ ഷോൺ ജോർജിന് എവിടെ നിന്ന് കിട്ടി ഇത്തരത്തിലുള്ള വിവരങ്ങൾ? അതായത് വീണ വിജയനെതിരെയും പിണറായി വിജയനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വിവരങ്ങൾ എവിടെ നിന്ന് കിട്ടി? അത് ശരിക്കും കൊടുത്ത് സപ്ലൈ ചെയ്തത് ബിനീഷ് കോടിയേരി തന്നെയാണ്. അതായത് തനിക്ക് നീതി, അതായത് അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ, അതായത് അത്രയും പൊസിഷനിൽ ഇരിക്കുമ്പോൾ പാർട്ടി തനിക്ക് ഒരു പ്രൊട്ടക്ഷൻ തന്നില്ല. പക്ഷേ ആ ഒരു വിഷയം പിണറായി വിജയൻ്റെ മകളുടെ കേസ് വരുമ്പോൾ ആ ഒരു വിഷയം അത് ഇരട്ടത്താപ്പാണ് പാർട്ടി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും അന്ന് ബിനീഷിന് നീതി കിട്ടിയില്ല. പക്ഷേ ഈ SFIO അന്വേഷണം ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഒന്നടങ്കം പാർട്ടിയുടെ എല്ലാ മെഷീനറീസും സംവിധാനങ്ങളും ഉപയോഗിച്ച് പിണറായി വിജയൻ വീണ വിജയനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വരെ എത്തി കാര്യങ്ങൾ. അപ്പോൾ അന്ന് തന്നെ ആ ഒരു സമയത്ത് തന്നെ ഈ ബിനീഷ് കോടിയേരിയുടെ ഒരു പകയുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഈ കോടിയേരി ബാലകൃഷ്ണൻ്റെ മരണശേഷം
കോടിയേരി ബാലകൃഷ്ണൻ്റെ മരണശേഷം മൃതദേഹം നേരിട്ട് കണ്ണൂരേക്കാണ് കൊണ്ടുപോയത്. അതായത് അദ്ദേഹം അന്തരിച്ചത് ചെന്നൈയിൽ നിന്നുള്ള ഹോസ്പിറ്റലായിരുന്നു. അവിടുന്ന് നേരെ മൃതദേഹം കണ്ണൂർ മാത്രമാണ് പ്രദർശനത്തിന് വെച്ചത്. അപ്പോൾ അതിൽ തന്നെ ബിനീഷ് കോടിയേരിയുടെ സഹോദരൻ ബിനോയ് കോടിയേരി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ എല്ലാവർക്കും അതിൻ്റെ എന്താ പറയണ്ടേ ഒരു അദ്ദേഹത്തിൻ്റെ മൃതദേഹം കാണാനുള്ള ഒരു അവസരം ഒരുക്കണം, അറ്റ്ലീസ്റ്റ് തിരുവനന്തപുരത്തെങ്കിലും പ്രദർശനത്തിന് വെക്കണം എന്നുള്ള ഒരു ആഗ്രഹം കോടിയേരി ബാലകൃഷ്ണൻ ബിനോയ് കോടിയേരി അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം ആഗ്രഹങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ്, ആ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാതെയാണ് പിണറായി വിജയൻ അന്ന് പെട്ടെന്ന് ധൃതി പിടിച്ചിട്ട് ചെന്നൈയിൽ നിന്ന് മൃതദേഹം കണ്ണൂർ കൊണ്ടുവരുന്നു, വൈകുന്നേരം അവിടെ പയ്യാമ്പലത്ത് സംസ്കരിക്കുന്നതും. അപ്പോൾ അതിന് പിന്നിൽ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പിറ്റേന്നാണ് പിണറായി വിജയനും മകൾക്കും പിണറായി വിജയൻ്റെ കുടുംബത്തിനൊക്കെ വിദേശയാത്ര, നോർവ, സ്വീഡൻ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് ടൂർ ഉണ്ടായിരുന്നു. ആ ടൂർ ക്യാൻസലാവാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് മനഃപൂർവ്വം അത്തരത്തിലൊരു ക്യാൻസലേഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയാണ് പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ മൃതദേഹം തിരുവനന്തപുരത്ത് പ്രദർശനത്തിന് വെക്കാതെ നേരിട്ട് കണ്ണൂർ കൊണ്ടുപോയി അന്ന് തന്നെ സംസ്കരിച്ചിട്ട് പിറ്റേന്ന് രാവിലെയുള്ള പുലർച്ചെയുള്ള ഫ്ലൈറ്റിന് നോർവേയിലേക്കും സ്വീഡനിലേക്കുള്ള ഫ്ലൈറ്റിന് കയറി പോകുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ വിനോദിനി കോടിയേരിയായിട്ടും കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബത്തിനൊക്കെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതായത് അത്തരത്തിൽ അന്ന് അവർ തന്നെ പറഞ്ഞത്, അവരുടെ കുടുംബക്കാർ തന്നെ പറഞ്ഞത് ഈ ഒരു യാത്ര മാറ്റിവെക്കാമായിരുന്നു എന്ന്. അതായത് ഇത്രയും പിണറായി വിജയൻ്റെ റൈറ്റ് ഹാൻഡായിട്ട് പിണറായി വിജയന് വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തൊരു വ്യക്തിയാണ്, ഈ ആശ്രിത വത്സനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തൊരു വ്യക്തിയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. അതായത് മുമ്പ് VS സർക്കാരിൻ്റെ സമയത്ത് പോലും പിണറായി VS പോര് മൂർച്ഛിച്ച് നിൽക്കുന്ന സമയത്ത് ആഭ്യന്തര വകുപ്പ് എടുത്ത് കൊടുത്ത് കോടിയേരിക്ക് കൊടുത്തിട്ട് VSന് മൂക്കുകരയിട്ട് നിർത്തിയൊരു വ്യക്തിയാണ് പിണറായി വിജയൻ. അപ്പോൾ അതിനുവേണ്ടി VSന് ഒതുക്കാൻ വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്ത് പിണറായിയുടെ പാർട്ടിയിൽ അപ്രമാദിത്വം നിലനിർത്താൻ വേണ്ടി സഹായിച്ച വ്യക്തിയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. അപ്പോൾ ആ കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബത്തോട് കാണിച്ച നീതികേട് ഒരിക്കലും പൊറുക്കില്ല. അത് തന്നെയാണ് ബിനീഷ് കോടിയേരി, അതായത് വീണ വിജയനെതിരെയുള്ള സകലമാന വിവരങ്ങളും ഷോൺ ജോർജിന് കൊടുക്കുകയും ഷോൺ ജോർജിനെ കൊണ്ട് കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്റ്ററുമായി ബന്ധപ്പെട്ട് SFI അന്വേഷണം കൊണ്ടുവന്ന് അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഈ ബിനീഷിൻ്റെ ഇടപെടലുകളാണ്. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അതായത് ഈ വീണ വിജയൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ചോദ്യം ചെയ്യൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിങ്കളാഴ്ച ഒരു തവണ കൂടി വീണ വിജയന് ഒരു സമൻസ് അയക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ SFI അന്വേഷണത്തിൽ നിന്ന് പല തെളിവുകളും SFIയുടെ പക്കലുണ്ട്. അപ്പോൾ EDയുടെ അന്വേഷണത്തിലും, അതായത് തിരുവനന്തപുരത്തുള്ള HDFCയുടെ ലോക്കർ തുറന്നപ്പോൾ പലവിധ വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വിവരങ്ങളൊക്കെ മാച്ച് ചെയ്തിട്ടായിരിക്കും ഇനി ചൊവ്വാഴ്ച ചിലപ്പോൾ വീണയെ ED ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, പുതിയ കാര്യങ്ങൾ പുറത്തു വരാം. അതായത് വീണ കുടുങ്ങാൻ തന്നെയാണ് സാധ്യത, വീണയുടെ അറസ്റ്റ് ഉണ്ടാകാനാണ് സാധ്യത. അപ്പോൾ വീണയുടെ അറസ്റ്റ് ഉണ്ടാകണം തന്നെയാണ് ബിനീഷ് കോടിയേരിയുടെ ആഗ്രഹം. ബിനീഷ് കോടിയേരിയുടെ അകത്ത് പോകുമ്പോൾ സെൻട്രൽ പരപ്പനാഗ്രഹാര ജയിലിൽ കിടന്നപ്പോൾ ഒരാൾ പാർട്ടിയുടെ ഒരു നേതാക്കന്മാർ, കുട്ടി നേതാക്കന്മാർ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നതാണ് വാസ്തവം. ആ ഒരു പക ബിനീഷിൻ്റെ ഇതിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പോകുന്നത്. ഈ SFI അന്വേഷണം വന്നതിന് ശേഷമാണ് അതിൽ നിന്ന് സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടായിട്ടെന്നും അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ EDയൊക്കെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ മാത്രമല്ല പല ഇല്ലീഗലായിട്ടുള്ള പല കാര്യങ്ങൾ നടന്നുകൊണ്ട് തന്നെയാണ് ED ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നത്. അപ്പോൾ ഈ ഒരു സവിശേഷമായ സാഹചര്യത്തിൽ അത് പിണറായി വിജയനും കുടുംബവും കുടുങ്ങുന്നില്ല രീതിയിൽ, അതായത് ബിനീഷ് കോടിയേരിയുടെ പകയിൽ എരിഞ്ഞടങ്ങിയിരിക്കുകയാണ് ഈ പിണറായിയും കുടുംബവും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ട് പിണറായിയുടെ കുടുംബം തന്നെയായിരിക്കും, കോടിയേരിയുടെ കുടുംബം തന്നെയായിരിക്കും, വിനോദിനി കോടിയേരി തന്നെയായിരിക്കും. അതായത് തൻ്റെ ഭർത്താവിന് കിട്ടാത്ത നീതി, അന്ന് ശരിക്കും ബിനീഷ് കോടിയേരി ജയിലിൽ പോയില്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുമായിരുന്നു. അത് ജയിലിൽ പോയതിനു ശേഷം വളരെയധികം മാനസിക വേദന അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം രോഗം മൂർച്ഛിച്ചതും പെട്ടെന്ന് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയതും. അപ്പോൾ എന്ത് തന്നെയായാലും ഈ ഒരു അവസരത്തിൽ വീണ വിജയൻ അറസ്റ്റിലായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ബിനീഷ് കോടിയേരിയും കോടിയേരിയുടെ കുടുംബം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.